റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഒരു നുണ കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒടുവിൽ അവതാരകയും കോൺഗ്രസിന്റെ ന്യായീകരണ വനിതാ രത്നവും തമ്മിലുള്ള ഗംഭീര ഏറ്റുമുട്ടലിൽ കലാശിക്കുന്ന അവസ്ഥ. മാധു നുണ പറയരുത്. നുണ പറയുക എന്ന വാക്ക് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ 10 പ്രാവശ്യം പറയാൻ എനിക്കറിയാം. അങ്ങോട്ടുള്ള മര്യാദ ഇങ്ങോട്ടുള്ളൂ, ഇങ്ങോട്ടുള്ള മര്യാദ അങ്ങോട്ടുള്ളൂ. ശരി, നിങ്ങൾ പറയുന്നേ നാവിൽ വരെ വന്നിട്ട് പരസ്പര ബഹുമാനത്തിന്റെ പേരിലാണ് ഞാൻ മിണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് പറയുന്നു. കൊള്ളാം, നല്ലതാ. കേട്ടല്ലോ എന്താണ് ഈ സംഭവം എന്നാണ് കാര്യം. ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ മാധു സജി വല്ലാതെ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ കണ്ടു. അതിനോട് അതേ തീവ്രതയിൽ തിരിച്ച് കോൺഗ്രസിന്റെ വനിതാരത്നം ദീപ്തി മേരി വർഗീസ് ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു റിപ്പോർട്ടർ ചാനൽ അരങ്ങേറിയത്. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ജെയ്സി തോമസിന്റെ നുണ പരാമർശമായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ നുണ പരമ്പരകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മാധു സജി അങ്ങനെ പറയല്ലേ, അത് അൺപാർലമെന്ററി ആണെന്നൊരു ഉപദേശവുമായി ഇറങ്ങിയെടുത്ത് തുടങ്ങിയതാണ് ഈ കലാപത്തിന്റെ വഴിമരുന്ന്. ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സതീശന്റെ നുണ പരമ്പരകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ മാധു സജി അതിൽ കയറി ഇടപെട്ടു. കാര്യം നമ്മളുടെ ഉള്ളിൽ എത്രയെന്ന് പറഞ്ഞാലും ഒരു കോൺഗ്രസ്സുകാരി ഉണ്ടല്ലോ. ആ കോൺഗ്രസ്സുകാരി എന്നുള്ള നിലയ്ക്ക് ചാനൽ ചർച്ചയിൽ PM ശ്രീയെ കുറിച്ച് നുണ പറഞ്ഞത് അത് ഒരു അൺപാർലമെന്ററി വേർഡായിട്ട് ഉപയോഗിക്കരുത് എന്ന താക്കീത് കൊടുത്തു. ജയിക്ക് വിടുവോ? നല്ല മോനാണ്. ജയിക്ക് ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും നുണ പറഞ്ഞാൽ നുണ എന്ന് പറയും എന്ന രീതിയിൽ അത് പറഞ്ഞു തുടങ്ങിയതും മാധു സജിക്ക് തികഞ്ഞു. പക്ഷെ കേറിക്കൊണ്ടത് ദീപ്തി മേരി വർഗീസിന്. ദീപ്തി മേരി വർഗീസ് ആ വിഷയത്തിൽ ഇടയ്ക്ക് കയറി അലമ്പ് കാട്ടി ആ പോരാട്ടം പിന്നീട് സതീശന്റെ വീഡിയോ ദൃശ്യത്തിലും ഏറ്റവും ഒടുവിൽ അവതാരക മാധു സജിയും ദീപ്തി മേരി വർഗീസും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ കലാശിക്കുകയായിരുന്നു. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രതിവാര നുണപറയൽ പരിപാടിയിൽ പറഞ്ഞത് എന്താണ്? PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, PM ശ്രീയിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു. യൂണിയൻ ഗവൺമെന്റിന്റെ മന്ത്രി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ സഭയിൽ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോഴും അത് പറയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു അങ്ങനെ പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യത കൂടിയാണ്. ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയെ പ്രതിരോധിക്കാനിരിക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങ് കാര്യം പറയൂ. ഞാൻ ആ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം നുണ പറഞ്ഞു എന്ന് എനിക്ക് പറയേണ്ടതായി വന്നു. മുഖ്യമന്ത്രിയാണെന്ന് വെച്ചുകൊണ്ട് നുണ പറഞ്ഞത് നുണയല്ലാതായി മാറി തീരുവോ? അദ്ദേഹം നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് നമ്മളെല്ലാവരും ഏറ്റു പറയണോ? അങ്ങനെ പറയാൻ നിൽക്കുന്നവരുണ്ടാകും, അത് അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല ഏത് വലിയ പൊന്നുതമ്പരാണെങ്കിലും നുണ പറഞ്ഞാൽ നുണയെന്ന് തന്നെ പറയേണ്ടവരും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് പച്ചക്കള്ളവല്ലേ? PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പണം കിട്ടിയെന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് പച്ചക്കള്ളവല്ലേ? അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. PM ശ്രീയിൽ നിന്ന് പണം വാങ്ങിച്ചു അദ്ദേഹം പറഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ PM ശ്രീന്ന് വാങ്ങിച്ചു എന്നാണോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണം വാങ്ങിയെന്ന് പറഞ്ഞു, പണം വാങ്ങിയെന്ന് പറഞ്ഞു. അത് SSKയുടെ പണമാണ് പറഞ്ഞത്. ശരി, അങ്ങ് എന്താണ് തർക്കിക്കണ്ട, ഇത് തർക്കിക്കണ്ട, നമുക്ക് കേൾക്കാം. പ്രൊഡ്യൂസർ ഒന്നുകൂടെ പ്ലേ ചെയ്യൂ. പണം വാങ്ങിയെന്ന് പറഞ്ഞു. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്ത് പണം വാങ്ങിച്ചു കഴിഞ്ഞു. കേട്ടുവോ? സംസ്ഥാന സർക്കാർ അംഗമാണ്. ഓക്കെ, മതി പ്രൊഡ്യൂസർ, മതി. സൈൻ ചെയ്ത് പണം വാങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറയണായിരുന്നു. PMCയിൽ സൈൻ ചെയ്ത കാര്യമാണ്. PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് PMCയുടെ പണം വാങ്ങിയെന്നല്ലേ? അദ്ദേഹം PM ശ്രീ എന്ന് പറഞ്ഞിട്ടില്ല. PMCയിൽ സമഗ്ര ശിക്ഷ അഭിയാൻ വേറെ എഗ്രിമെന്റ് ഉണ്ടോ? വേറെ എഗ്രിമെന്റ് ഉണ്ടോ? PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങി എന്ന് ഒരൊറ്റ സെന്റൻസിലാണ് പറഞ്ഞത്. കുത്തുമില്ല, കോമയില്ല. MOU ആണ് സൈൻ ചെയ്തത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറഞ്ഞത്. അങ്ങനെ എടുക്കുന്നില്ല. അതിനിടയ്ക്ക് ന്യായീകരണം. MOU സൈൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറഞ്ഞത്. MOU സൈൻ ചെയ്തു, സൈൻ ചെയ്ത് പണം വാങ്ങി എന്നാ പറഞ്ഞത്. ഇനിയും എഡിറ്റ് ചെയ്ത് കേൾപ്പിച്ച എങ്ങനെ? എന്റെ പ്രൊഡ്യൂസർ ഒന്നുകൂടെ കേൾപ്പിക്കൂ. ആ സെന്റൻസ് മാത്രം കേട്ടാൽ മതി. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, ശരി, മതി.
നമ്മുടെ ഗവൺമെന്റ് സൈൻ ചെയ്ത് പണം വാങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ ജയിക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പൂർത്തീകരിക്കും ശ്രീ ജയിക്ക്, പൂർത്തീകരിക്കും. അതെ, ഏത് പണം? ഏത് പണം? ഏതാ സൈൻ ചെയ്തേ? ഏതാ സൈൻ ചെയ്തേ? നിങ്ങൾ പറ. നിങ്ങൾ വേറെ എന്തിനാണ് വാങ്ങിയെന്ന് എനിക്കറിയില്ല. സൈൻ ചെയ്ത് പണം വാങ്ങിയത് മലയാളം മനസ്സിലാകുന്നില്ല. നിങ്ങളത് അറിയണമായിരുന്നു. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോ 90 കോടി രൂപ എന്തിനു വാങ്ങിച്ചു എന്ന് അറിയാതെ അത് PM-ശ്രീയുടെ പണമെന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ 90 കോടി ഇന്നതാണെന്ന് പറയണമായിരുന്നു. PM-ശ്രീ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറയുമ്പോ PM-ശ്രീയുടെ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറയുമ്പോൾ PM-ശ്രീയുടെ പണം പറയാ. അത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാ, അത് എന്റെ ജോലിയല്ല. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ PM-ശ്രീയിൽ പണം PM-ശ്രീയിൽ സൈൻ ചെയ്ത് പണം വാങ്ങി എന്ന് പറഞ്ഞാൽ PM-ശ്രീയിൽ നിന്ന് പണം വാങ്ങി എന്നതാണ് മലയാളം. ജയ്ക്ക് പൂർത്തീകരിക്കൂ പ്ലീസ്. പറഞ്ഞില്ല. മാധു നുണ പറയരുത്. നുണ പറയുക എന്ന വാക്ക് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ 10 പ്രാവശ്യം പറയാൻ എനിക്കറിയാം. അങ്ങോട്ടുള്ള മര്യാദ ഇങ്ങോട്ടുള്ളൂ, ഇങ്ങോട്ടുള്ള മര്യാദ അങ്ങോട്ടുള്ളൂ. ശരി, നിങ്ങൾ പറയുന്നേ രാവിലെ വരെ വന്നിട്ട് പരസ്പര ബഹുമാനത്തിന്റെ പേരിലാണ് ഞാൻ മിണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് പറയുന്നു കൊള്ളാം, നല്ലതാ. ജയ്ക്ക് പറയൂ. അല്ലെന്നേ, നുണയാന്ന് തോന്നിയാ നുണയാന്ന് പറഞ്ഞു. അതായത് ഞാൻ പേര് ആദ്യമായിട്ടാണ് ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത്. വേദനയോടെ സഹതാപത്തോടു കൂടെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ടത് ഒരു കാര്യം. കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ശ്രീ കോൺഗ്രസ് നേതാവ് എനിക്കെന്താ വ്യക്തി അവകാശങ്ങൾ ഒന്നുമില്ലേ? ശരി, ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് സമയം പോയവരോട് ക്ഷമിക്കണം. ശരി ശരി ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. അല്ലേ, ആ ചർച്ച എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ പോയി അവസാനിച്ചു എന്ന് നോക്കി. ഒരു രക്ഷാപ്രവർത്തനം മാധു സജി നടത്തിയതാണ്. കാര്യം നുണ പറഞ്ഞതിനെ നുണ എന്ന് ആവർത്തിച്ചും മേനോൻ നുണയൻ എന്ന വാക്ക് അത് പറയരുത് എന്ന് വിലക്കിയെടുത്ത് നിന്ന് തുടങ്ങിയ ആ കലാപം ഏറ്റവും ഒടുവിൽ എങ്ങനെ അവസാനിച്ചു എന്ന് നോക്കി. ഇത്രയേ ഉള്ളൂ നാട്ടുകാർക്ക് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ. കാര്യം നമ്മൾ ഫേവറിസം, അതായത് ചിലരെയൊക്കെ നമ്മൾ ഒന്ന് കരുതും. ആ കരുതലിന് ഏറ്റവും ഒടുവിൽ മാധുവിന് വയറ് നിറച്ച് കിട്ടി. കാര്യം ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ്, ആവശ്യമില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ രാഷ്ട്രീയ സ്നേഹം ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതിയത് അവസാനം ഒന്നിനും ഉത്തരവില്ലാതെ പിടിവിട്ടു നിന്ന വ്യക്തി എങ്ങനെയാണ് ആൾക്കാരുടെ തോളിൽ കയറുന്നു എന്നതിന്റെ തെളിവായിട്ട് PM-ശ്രീ ന്യായീകരണക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആ ചാനൽ ചർച്ചയിലൂടെ തുറന്നു കാട്ടപ്പെട്ടത്. അതായത് ചർച്ചയിൽ പോയി മെഴുകി നാണം കെട്ട് മടങ്ങേണ്ടി വരുന്ന അവസ്ഥ പോരാത്തതിന് ആ ചർച്ചയിലിരിക്കുന്ന പാനലിസ്റ്റുകളെ മുഴുവൻ അനാവശ്യമായി ചൊറിഞ്ഞ് സ്വയം പൊളിയുന്ന സ്വന്തം ഫ്രസ്ട്രേഷൻ തീർക്കുന്ന കോൺഗ്രസിന്റെ ന്യായീകരണക്കാർ ഇപ്പോൾ എങ്ങനെയാണ് ചർച്ചകളിൽ തേഞ്ഞൊട്ടി വീട്ടിൽ പോകുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി ആ ചർച്ച മാറി.